നമസ്കാരം, എല്ലാവർക്കും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആർദ്ര. PSC പരീക്ഷകളുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു പാറ്റേൺ ഓഫ് ചോദ്യമാണ് ബന്ധങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യം. അത്തരത്തിൽ ബന്ധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മലയാളത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ചോദ്യം നോക്കാം. ജാമാതാവ് എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം എന്ത്? ജാമാതാവ് എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത് എന്നുള്ളതാണ് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു ചോദ്യമായിരിക്കും. ജാമാതാവ് എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം മരുമകൻ എന്നുള്ളതാണ്. മരുമകനെ കുറിക്കുന്നതാണ് ജാമാതാവ് എന്ന് പറയുന്ന പദം. ഇതുപോലെ കുറച്ച് കൂടുതൽ ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. കുറച്ച് കൂടുതൽ പദങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. സിമ്പിളിൽ നിന്ന് തുടങ്ങാം. നമ്മൾ മകന് പുത്രൻ എന്നാണ് പേര്, മകൾക്ക് പുത്രി എന്ന് പറയും. ഇനി പുത്രൻ്റെ പുത്രൻ, അതായത് മകൻ്റെ മകനെ പൗത്രൻ എന്നാണ് പറയുന്നത്. എന്താണ്? മകൻ്റെ മകന് പൗത്രൻ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പുത്രൻ്റെ പുത്രി, മകൻ്റെ മകൾക്ക് പൗത്രി എന്നാണ്. എന്താണ്? പൗത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകൻ്റെ മകളെ സൂചിപ്പിക്കുന്ന പേരാണ്, പദമാണ് പൗത്രി എന്ന് പറയുന്നത്. ഇനി പുത്രിയുടെ പുത്രൻ, മകളുടെ മകനെ, മകളുടെ പുത്രനെ സൂചിപ്പിക്കുന്ന പദമാണ് ദൗഹിത്രൻ. എന്താണ്? ദൗഹിത്രൻ എന്ന് പറയുന്ന പദം എന്തിനെ സൂചിപ്പിക്കുന്നു? ഏത് പദത്തെ സൂചിപ്പിക്കുന്നു? അല്ലെങ്കിൽ ദൗഹിത്രൻ എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുത്രിയുടെ പുത്രനെ അല്ലെങ്കിൽ മകളുടെ പുത്രനെ, മകളുടെ മകനെ കുറിക്കുന്ന പദമാണ് ദൗഹിത്രൻ. ഇനി പുത്രിയുടെ പുത്രിയെ, അതായത് മകളുടെ മകളെ കുറിക്കുന്ന പദമാണ് ദൗഹിത്രി. ശ്രദ്ധിക്കുക, ദൗഹിത്രി എന്നാണ്. ദൗഹിത്രി. ഇപ്പൊ ദൗഹിത്രി എന്ന് പറയുന്ന പദം പുത്രിയുടെ പുത്രിയെ അല്ലെങ്കിൽ മകളുടെ മകളെ കുറിക്കുന്ന പദമാണ്. ഇനി അമ്മയുടെ സഹോദരനെ കുറിക്കുന്ന പദമാണ് മാതുലൻ. അപ്പൊ മാതുലൻ എന്ന് പറയുന്ന പദം എന്തിനെ സൂചിപ്പിക്കുന്നു? ഏത് ബന്ധത്തെ സൂചിപ്പിക്കുന്നു? അമ്മയുടെ സഹോദരനെ അല്ലെങ്കിൽ അമ്മാവനെ സൂചിപ്പിക്കുന്ന പദമാണ് മാതുലൻ. ഇനി സ്യാലൻ എന്ന് പറയുന്ന പദം എന്തിനെ സൂചിപ്പിക്കുന്നു? സ്യാലൻ. സഹോദരി ഭർത്താവിനെ, സഹോദരിയുടെ ഭർത്താവിനെ കുറിക്കുന്ന പദമാണ് സ്യാലൻ. ഇനി സഹോദരിയുടെ പുത്രനെ കുറിക്കുന്ന പദമാണ് ഭാഗിനേയൻ. എന്താണ്? സഹോദരി പുത്രനെ കുറിക്കുന്ന പദമാണ് ഭാഗിനേയൻ. അപ്പൊ ഭാഗിനേയൻ എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഹോദരിയുടെ പുത്രനെയാണ് നമ്മൾ ഭാഗിനേയൻ എന്ന് പറയുന്നത്. ഇനി സഹോദരിയുടെ പുത്രിയാണെങ്കിലോ, സഹോദരിയുടെ പുത്രിയെ കുറിക്കുന്ന പദമാണ് ഭാഗിനേയി. ഭാഗിനേയി. ശ്രദ്ധിക്കുക, ഭാഗിനേയി. അപ്പൊ ഭാഗിനേയൻ, ഭാഗിനേയി, ഇത് രണ്ടും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സ്യാലൻ എന്ന് പറയുന്നത് സഹോദരിയുടെ ഭർത്താവിനെ കുറിക്കുന്ന പദമാണ് എന്നുള്ളതും ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ നമുക്ക് മറ്റെന്ത് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്? ഭാര്യ മാതാവ്, അതുപോലെ തന്നെ മരുമകൾ, ഭർത്തൃമാതാവ്. അപ്പൊ ഇവയ്ക്കൊക്കെ കുറിക്കുന്ന മറ്റു പദങ്ങളുണ്ടോ, അല്ലെങ്കിൽ അവയുടെ അർത്ഥത്തെ കുറിക്കുന്ന ഒറ്റ പദങ്ങളുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഭാര്യ മാതാവിനെ കുറിക്കുന്ന പദമാണ് ശ്വശ്രു. ഭാര്യ മാതാവിനെ, ഭാര്യയുടെ അമ്മയെ കുറിക്കുന്ന പദമാണ് ശ്വശ്രു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഭർത്താവിൻ്റെ അമ്മയെ കുറിക്കാനും ശ്വശ്രു എന്ന് പറയുന്ന പദം തന്നെയാണ് ഉപയോഗിക്കുന്നത്. എന്താണ്? ഭാര്യ മാതാവിനെ കുറിക്കുന്ന പദമാണ് ശ്വശ്രു. ഭർത്താവിൻ്റെ മാതാവിനെ, ഭർത്താവിൻ്റെ അമ്മയെ കുറിക്കുന്നതിന് വേണ്ടിയിട്ടും ശ്വശ്രു എന്ന് പറയുന്ന പദം തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഓപ്ഷൻ ബി ആയിരുന്നു മരുമകൾ എന്നുള്ളത്. മരുമകളെ കുറിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പദം എന്ന് പറയുന്നത് സ്നുഷ എന്നുള്ളതാണ്. എന്താണ്? സ്നുഷ എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മരുമകൾ എന്ന് പറയുന്ന അർത്ഥമാണ് സ്നുഷ എന്ന് പറയുന്ന പദത്തിന് ഉള്ളത്. ഇനി ഓപ്ഷൻ സി ആയിട്ട് ഭർത്തൃപിതാവായിരുന്നു നമുക്കുണ്ടായിരുന്നത്. ഭർത്തൃപിതാവിനെ കുറിക്കുന്ന പദമാണ് ശ്വശ്വരൻ. ശ്വശ്വരൻ എന്നുള്ളതാണ് ഭർത്തൃപിതാവിനെ കുറിക്കുന്ന പദം. ഭാര്യയുടെ പിതാവിനെ കുറിക്കുന്നതും ഈ ശ്വശ്വരൻ എന്ന് പറയുന്ന പദമാണെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. എന്താണ്? ഭാര്യയുടെ പിതാവിനെ കുറിക്കുന്നതും അതുപോലെ തന്നെ ഭർത്താവിൻ്റെ പിതാവിനെ കുറിക്കുന്നതും നമ്മൾ അമ്മായിയപ്പൻ നാടൻ ഭാഷയിൽ പറയുന്ന പദം എന്ന് പറയുന്നത് ശ്വശ്വരൻ എന്നാണ്. ഇനി മരുമകനെയാണ് നമ്മൾ ജാമാതാവ്. ഇതായിരുന്നു നമ്മുടെ ചോദ്യം. ജാമാതാവ് എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം എന്തെന്നുള്ളതായിരുന്നു നമ്മുടെ ചോദ്യം. ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു. അപ്പോൾ ഇതുപോലെ ബന്ധങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള അർത്ഥം പറയാനുള്ള ചോദ്യങ്ങൾ PSC പരീക്ഷകൾക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ ചോദ്യങ്ങളും ക്ലാസ്സുകളും ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ചാനൽ സന്ദർശിക്കുക. താങ്ക്